ഹായ്, ജോഷി ചള്ളിയിൽ എക്കോ ഫ്രണ്ട്ലി എഞ്ചിനീയർ. നമുക്ക് കെട്ടിട നിർമ്മാണത്തിൽ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുമ്പോൾ ഭിത്തികൾ ജനലുകൾ വെക്കാൻ വേണ്ടിയൊക്കെ ഒരു ഒഴിവിടാറുണ്ട്. ആ ഒഴിവിടുന്ന സ്ഥലങ്ങളിൽ മുകളിൽ നമ്മളൊരു കോൺക്രീറ്റിന്റെ ഒരു ബെഡ് ബീം ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ് അതിന്റെ പേര്? ലിൻഡൽ എന്നാ പറയുക. ഈ ലിൻഡലിന്റെ ആവശ്യകത എന്താണ്? ലിൻഡൽ ഒരു സ്ട്രക്ചറൽ മെമ്പറാണോ? അതായത് ബിൽഡിങ്ങിന്റെ ആ ഒരു സ്റ്റെബിലിറ്റിക്ക് ഏറ്റവും ബലം നൽകുന്ന ഒരു മെമ്പറാണോ? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ലിൻഡൽസ് നമുക്ക് സാധാരണ വീട് പണിയുമ്പോൾ സൺഷെയ്ഡ് കാണാറുണ്ട്. എവിടെ നിന്നാണ് സൺഷെയ്ഡ് വരിക? ലിൻഡലിൽ നിന്ന് പ്രൊജക്റ്റ് ആയിട്ടാണ് വരിക. അപ്പൊ സൺഷെയ്ഡ് എന്തിനു വേണ്ടി കൊടുക്കുന്ന? റെയിൻ അല്ലെങ്കിൽ നമ്മുടെ മഴയിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. പിന്നെ എന്തിനാ ലിൻഡലൊക്കെ ഉപയോഗിക്കുക? ആ ഭിത്തിയുടെ വെയിറ്റ് മൊത്തം, അതായത് ലോഡ് ബെയറിംഗ് ഭിത്തികൾ, അതായത് ഭിത്തിയാണ് കെട്ടിടത്തിന്റെ വെയിറ്റ് എടുക്കുന്നതെങ്കിൽ അത് നേരെ നമ്മുടെ സാധാരണ ജനലുകളിലേക്ക്, അതും തടി കൊണ്ടാവാം, ഇല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടാവാം, അലുമിനിയം കൊണ്ടാവാം, എന്തുകൊണ്ടാണെങ്കിലും നേരിട്ട് ആ ജനലിലേക്ക് വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രണ്ട് രീതിയിലുള്ള വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽ വരുമ്പോൾ അത് ഫെയിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ബീം കൊടുക്കേണ്ടതുണ്ട്, ബെഡ് ബീം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനെയാണ് ലിൻഡൽ എന്ന് പറയുക. അപ്പം ലോഡിനെ പ്രോപ്പറായിട്ട് ഭിത്തികളുടെ രണ്ട് സൈഡിലേക്കും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ മാറ്റി ആ ഒരു മെമ്പറിനെ, ബിൽഡിങ്ങിനെ സേഫ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ക്രാക്കുകൾ ഒഴിവാക്കാനായിട്ട് ലിൻഡൽ കൊടുത്താൽ അത് സേഫായി കിട്ടുന്നതാണ്. നമ്മൾ പുതിയ കൺസ്ട്രക്ഷൻസിൽ ഈ ജനലുകളുടെയൊക്കെ ലോഡ് ട്രാൻസ്ഫർ ആയിട്ട് താഴെ വശത്ത് ബെഡ് ബ്ലോക്ക് ആയിട്ട് ജനലിന്റെ താഴെയും നമ്മൾ ചെയ്യാറുണ്ട്. അതും ഈ ഒരു ക്രാക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ട് കാണാം. ഏതൊക്കെ തരം ലിൻഡൽസാണ് ഉള്ളത്? നമ്മളുടെ ഭിത്തി ഏതാണ് അതിനനുസരിച്ചിരിക്കും. ഇപ്പൊ സാധാരണ പല വെട്ടുകല്ല് കൊണ്ടുള്ള ഭിത്തികൾ ചെയ്യാറുണ്ട്, സോളിഡ് ബ്ലോക്ക് കൊണ്ടുള്ള ഭിത്തി ചെയ്യാറുണ്ട്, ഇഷ്ടിക ഉപയോഗിച്ച് ഭിത്തികൾ ചെയ്യാറുണ്ട്. ഇപ്പൊ 20 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 40 സെന്റിമീറ്റർ, പണ്ട് കാലങ്ങളിലുള്ള ഫ്ലെമിഷ് ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട് ഒക്കെ പറയുമ്പോൾ 30, 40, 50 സെന്റിമീറ്ററുള്ള ഭിത്തികൾ വരാറുണ്ട്. അപ്പൊ ഇതെല്ലാം ആ ഭിത്തിയുടെ സൈസിനും അതോടൊപ്പം തന്നെ അതിന് മുകളിലേക്ക് വരുന്ന ഭിത്തിയുടെ ലോഡ് എന്ന് പറയുമ്പോൾ ആ ഭിത്തിയുടെ മാത്രമല്ല, അതിന് മുകളിലുള്ള കെട്ടിടം എന്തുണ്ട് അതെല്ലാം വരുന്ന ലോഡ് കൂടി ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ഈ ഒരു മെമ്പറിലേക്ക്, അതായത് ജനലിലേക്ക് വരാതെ സേഫ് ആവുന്ന രീതിയിലാണ് ലിൻഡൽസ് കൊടുക്കുക. ലിൻഡൽ ചെയ്യുമ്പോൾ നമ്മൾ RCC ലിൻഡലാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. ചില സ്ഥലങ്ങളിൽ നമ്മൾ ലിൻഡലായിട്ട് സ്റ്റീൽ സെക്ഷൻസ് ഉപയോഗിച്ച് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രോങ് മെമ്പേഴ്സ് ഉപയോഗിച്ച് ലിൻഡൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റീൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ലിൻഡൽ മെത്തേഡ്സ് ആണ്. ഇന്ന് പുതിയ ബിൽഡിങ്ങുകളുടെ ഡിസൈൻ നോക്കിയാൽ വളരെ ലാർജ് സ്പാനിലുള്ള, അപ്പോൾ ഒരു ഭിത്തി ഉണ്ടെങ്കിൽ ഭിത്തി ഒരു 12 അടി അല്ലെങ്കിൽ 15 അടി ഭിത്തിയാണെങ്കിൽ അതിൽ 12 അടിയും ജനല് വരുന്ന ഡിസൈൻസ് ഇന്ന് കാണാറുണ്ട്. അത് നമ്മുടെ വീടിന്റെ എസ്തറ്റിക് അല്ലെങ്കിൽ ഭംഗി കൂട്ടാനായിട്ട് പറ്റുന്ന വലിയ ജനലുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാധാരണ 2 പാളിയോ 3 പാളിക്ക് കൊടുക്കുന്ന ലിൻഡലല്ല പ്രൊവൈഡ് ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് ആ ഭിത്തിയിലേക്ക് ആ വെയിറ്റ് താങ്ങണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. പകരം ആ ഭിത്തിക്ക് വെയിറ്റ് താങ്ങാനുള്ള രീതിയിൽ എന്ത് സപ്പോർട്ട് കൊടുത്തുണ്ട്, അല്ലെങ്കിൽ ബെയറിങ്സ് പ്രോപ്പറായിട്ട് കൊടുത്ത്, ചില സ്ഥലങ്ങളിൽ ഇത്രയും ലാർജ് സ്പാൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നീളം കൂടിയ ഭിത്തികൾ വരികയാണെങ്കിൽ അവിടെ എൻഡ് സപ്പോർട്ടിനേക്കാളും കൂടുതൽ ഫിക്സിറ്റി വരുന്ന രീതിയിൽ ഫ്രെയിംഡ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ട് വേണം ലിൻഡൽ കൊടുക്കാനായിട്ട്. കാര്യം പുതിയ ഡിസൈൻസിൽ എസ്തറ്റിക്കൽ ഭംഗി കൂട്ടുമ്പോൾ നമ്മളുടെ സ്ട്രക്ചറലായിട്ടുള്ള ഒരു ഇന്റഗ്രിറ്റി കളയാൻ പാടില്ല. പഴയ കാലങ്ങളിൽ നമ്മൾ ജനല് പണിയുന്നത് എങ്ങനെയായിരുന്നു? കട്ടള ജനലുകളൊക്കെ പണിത് അത് വെച്ച് പണിത് പോകുന്നൊരു രീതിയായിരുന്നു. അപ്പം തടിയാണെങ്കിൽ തടി, സ്റ്റീലാണെങ്കിൽ സ്റ്റീല്, അത് വെച്ചിട്ട് അതിന് മുകളിൽ ഒരു ചെറിയ സപ്പോർട്ട് ഇട്ടിട്ട് ലിൻഡൽ പണിത് പോകുന്നു. ഇന്ന് അങ്ങനെയല്ല. നമ്മൾ കെട്ടിടം പണിയുമ്പോൾ ഒഴിവിട്ട്, ജനലുകൾ ഓപ്പണിങ്ങൾക്ക് ഒഴിവിട്ട് പണിത് പോവുകയാണ്. ഒഴിവിട്ട് പണിത് പോകുമ്പോൾ എന്താ സംഭവിക്കുക? പ്രത്യേകിച്ച് നമ്മളുടെ ഒരു രീതിയിലും നമ്മളുടെ മെമ്പറിലേക്ക് അല്ലെങ്കിൽ വിൻഡോയിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ആവുന്നില്ല. ഈ ലിൻഡൽസ് ആണ് പൂർണ്ണമായിട്ടും അതിന്റെ വെയിറ്റ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ വളരെ ഈസി ആയിട്ട് ഇന്നത്തെ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ട്രാക്കിൽ നമുക്ക് നിർമ്മിതികൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഭംഗിക്ക് മാത്രമല്ല, സ്പീഡിനും എസ്തറ്റിക്കിനും എല്ലാം ഒരു അത്യാവശ്യമായിട്ട് ഉള്ള ഒരു വാൾ ബെയറിംഗ് മെമ്പറാണ്, അല്ലെങ്കിൽ ഭിത്തികൾക്ക് അത്യാവശ്യം ഒരു പോയിന്റാണ് ഈ ലിൻഡൽ എന്നുള്ളത്. വീട് നിർമ്മിതിയിൽ ലിൻഡലിന്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇനി അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.